ഇന്ന കുഫിരിയത്തിലേക്കാ തള്ളിയത് എന്ന് KV മനോവേദന പറയുന്നുണ്ട്. നിങ്ങളില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ മനോവേദന അനുഭവിച്ച പണ്ഡിതൻ പറയുന്നു നിങ്ങൾ എന്നെ കുഫിരിയത്തിലേക്കാ തള്ളിയത് എന്ന്. കേട്ടോ, KVയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കാണ്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ഏക സംഘടനയായ സമസ്തയെയും പോഷക ഘടകങ്ങളെയും കെട്ടിപ്പടുക്കുവാനും അഭിവൃദ്ധിപ്പെടുത്തുവാനും അഹോരാത്രം അധ്വാനിച്ച എന്നെ അഹ്ലുസുന്നത്തിൽ നിന്ന് അകാരണമായി പുറത്താക്കുവാനും തനിവ്യാജമായി എൻ്റെ മേൽ സത്യനിഷേധത്തിൻ്റെ സീലടിക്കുവാനും സുന്നി യുവജന സംഘത്തിൻ്റെ മുഖപത്രമെന്ന് പറയുന്ന സുന്നി വോയിസ് മുതിർന്നതിൽ എനിക്ക് അടങ്ങാത്ത വേദനയുണ്ട്. കേട്ടോ, എനിക്ക് അടങ്ങാത്ത വേദന ഉണ്ട്. KV പാടത്തേക്ക് പോയി എന്നില്ല, ഇനിയിപ്പോൾ KVക്ക് വേദന ഉണ്ടാവോ? KV പാടത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ വേദന ഉണ്ടാവും. കൃഷി ചെയ്യാൻ പോയിക്കണെന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ ഉണ്ടാവുക? ഈ വയസ്സാം കാലത്തും ഞാൻ പണിക്കൊണ്ട് എന്നല്ല പറഞ്ഞതെന്നുള്ളവർക്ക് അതാണോ പറഞ്ഞത്? അല്ല, മനോവേദന ഉണ്ടായി മൂപ്പർക്ക്. ഇനി മാത്രല്ല, ഈ നാട്ടുകാർക്കറിയില്ല നജീബ് മുസ്ലിയാരെ എഴുതുകയാണ്. എന്തായിരുന്നത്? സമസ്തയുടെ നെടും തൂണും ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ കൂടി ഖുർആൻ പരിഭാഷക്കെതിരെ ആഞ്ഞടിച്ചു. KVയെ നിശിതമായി വിമർശിച്ചു. KV പരിഭാഷ ശുദ്ധ കുഫിരിയത്താണെന്ന് തെളിവ് സഹിതം തുറന്നെഴുതി. ശുദ്ധ കുഫിരിയത്ത്, വെള്ളം ചേരാത്ത കുഫിരിയത്ത്, തിരി നിഫാക്കുള്ള കുഫിരിയത്തൊന്നുമല്ല, നല്ല പച്ചയായ കുഫിരിയത്ത്. ആരാ പറയുന്നത്? നജീബ് മുസ്ലിയാർ. പേരോട് നിന്നിട്ട് അത് സഹിക്കാൻ കഴിയുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇതേ ഇവിടുത്തെ തന്നെ സംസ്ഥാനക്കാർക്ക് പരിചയമുള്ള പത്രാണല്ലോ, അതിൽ നിന്ന് വായിക്കട്ടെ. ഇനിയും എഴുതുകയാണ്. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ പരിഭാഷക്കെതിരെ അദ്ദേഹം ശക്തമായ എതിർപ്പഴിച്ചു വിട്ടു. താൻ ചീഫ് എഡിറ്ററായ സുന്നി വോയിസിന്റെ നിരവധി ലക്കങ്ങളിലൂടെ ഖുർആൻ പരിഭാഷക്കെതിരെയുള്ള ബഹുമാനപ്പെട്ട EKയുടെ ഗർജനം മുഴങ്ങി. KVയുടെ ഖുർആൻ പരിഭാഷ തനി കുഫിരിയത്താണെന്ന് വരെ അന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. തനി കുഫിരിയത്ത്. കാഫിറാക്കിയിട്ടില്ലേ നിങ്ങള്? കാഫിറാക്കിയിട്ടില്ലേ? പറയണം നിങ്ങൾ. ഇനിയും മാത്രമല്ല, ഇനിയും കേട്ടോളൂ. ഈ ഖുർആൻ പരിഭാഷയെ പറ്റി പിന്നെ എന്താ പറയുന്നത്? ഇതേ ഖുർആൻ പരിഭാഷയെ പറ്റി തന്നെ പറയുന്നു. സമസ്തയുടെ ഓഫീസിൽ കാണാൻ പാടില്ലെന്ന് EK നിർദ്ദേശിച്ച ആ കുഫിരി പരിഭാഷയാണത്. അത് നമ്മളെ സമസ്തന്റെ ഓഫീസിൽ വരെ കാണാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഇങ്ങനെ എത്ര വിശദമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ടൊക്കെ മൂപ്പര് പറയാണ്, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ കാഫിറാക്കിയിട്ടില്ല, ഞങ്ങളത് ധൈര്യരായിട്ട് തെളിയിക്കാനും നിങ്ങൾക്ക് കഴിയൂല എന്നിങ്ങനെ ഓരോന്നോരോന്ന് പറയാണ്. വാസ്തവത്തിൽ ഇനിയും കേട്ടോ നിങ്ങൾ, സമസ്ത ജോയിന്റ് സെക്രട്ടറി KV മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആൻ പരിഭാഷ ലലാലിയത്തും കുഫിരിയത്തുമാണെന്നാണ് മുൻ ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാരുടെ വാദം. ഇത് സംബന്ധിച്ച് EK 9 വർഷങ്ങൾക്ക് മുമ്പ് സുന്നി വോയിസ് വാരികയിൽ ഒരു തുടർ ലേഖനം തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ നിന്നല്ലേ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തന്നതും. അപ്പോ KVയെ കാഫിറാക്കി ഞാൻ പറഞ്ഞില്ലേ, KVയെ കാഫിറാക്കിയിട്ടുണ്ട്. ഞാൻ ഈ വായിച്ചതൊക്കെ നിഷേധിക്കണം പേരോട്, എന്നിട്ട് പറയണം കാഫിറാക്കിയിട്ടുണ്ടോ ഇല്ലേ. വെറുതെ പറയാ കാഫിറാക്കിയിട്ടില്ല, തെളിയിക്കാൻ കഴിയൂല എന്നൊക്കെ ഭയങ്കര പറച്ചിൽ പറഞ്ഞല്ലോ. അതിനാ പറഞ്ഞത് ഇത് എന്ത് നിലക്കുള്ള കുഫിരിയത്താ, ഏത് നിലക്കൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചത്. ഇനി തീർന്നോ? അതുകൊണ്ടും തീർന്നിട്ടില്ല. KVയെ മാത്രമല്ല കാഫിറാക്കിയത്, ഈ EK തന്നെയും കാഫിറാക്കിയിട്ടില്ലേ? ഉള്ളാളത്തങ്ങൾ പറഞ്ഞില്ലേ, ഉള്ളാളത്തെ തങ്ങളത് പരസ്യമായി സ്റ്റേജ് എന്ന് പറഞ്ഞില്ലേ, കഫറാ എന്ന് പറഞ്ഞില്ലേ. അത് ശബ്ദമായിട്ട് നമ്മളിവിടെ പറഞ്ഞിരുന്നു. പേരോട് മിണ്ടിയോ? എല്ലാ സ്ഥലത്തിനും നമ്മളത് പറയാറുണ്ട്. മാത്രല്ല, നമ്മളിത് പറഞ്ഞപ്പോ ഇവർ പറഞ്ഞത് അത് ഉള്ളാളിത്തങ്ങള് അതിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും പറഞ്ഞതല്ല, അതൊന്നും ഉദ്ദേശിച്ചതല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോ EK വിഭാഗത്തിന്റെ ആളുകൾ തന്നെ ഒരു ഡോക്യുമെന്ററി ഇറക്കി. അവരിറക്കിയ ഡോക്യുമെന്ററിയിൽ ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടെന്ന്. ഉള്ളാള് കാഫിറാക്കിയത് തന്നെയാണ്, പാടത്തെ പണിക്കോയിനൊന്നും പറയൂല. അതിന് നാട്ടിക മുസ്ലിയാര് അയാൾ അതിന് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. പൊന്മള ഇതിന്റെ ഗൗരവം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. അപ്പോ ഈ വിഷയത്തിൽ മുജാഹിദുകൾ പറഞ്ഞൊന്നും പറയേണ്ടതില്ല.
മുജാഹിദുകൾ ഇനിയൊന്നും പറയേണ്ടതില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങളെ ഇവിടെ AK സംസ്ഥാന എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഇവിടെ നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള വാദം നട്ടുമുളപ്പിക്കാൻ നോക്കണ്ട കേട്ടോ, അത് വ്യാമോഹമാണ് സലഫി, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. ആ ഒറ്റക്കെട്ടായ ആളുകൾ അതാ നിങ്ങളുടെ കെട്ടിൽ നിന്ന് കെട്ടുപൊട്ടിച്ച് പുറത്തു ചാടിയിട്ട് അവര് പറയുന്നു എന്ത്, നിങ്ങൾ ഞങ്ങളുടെ നേതാവിനെ കാഫിർ എന്ന് തന്നെയാ പറഞ്ഞത്. നിങ്ങളുടെ പ്രസിഡന്റ് ഉള്ള ആള് കുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പറയപ്പെടുന്ന വ്യക്തി കാഫിറാക്കുക തന്നെയാണ് ചെയ്തത്. അത് പാടത്തെ പണിക്കോലൊന്നും അല്ല. അത് സംബന്ധമായിട്ട് അവരിറക്കിയ ഡോക്യുമെന്ററി മുജാഹിദുകൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ തമ്മിലടിപ്പിക്കാണ്, ഒറ്റക്കെട്ടാണ് ഞങ്ങളെന്ന് പറഞ്ഞില്ലേ. ഒറ്റക്കെട്ട് പൊട്ടിച്ചിട്ടുണ്ടാക്കിയ ഡോക്യുമെന്ററിയിൽ എന്താ നമ്മൾ പറഞ്ഞത് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾ ആ ഭാഗം ഒന്ന് കാണുക, എന്നിട്ട് ചിന്തിക്കുക ഉള്ളാള് കാഫിറാക്കിയോ ഇല്ലേ, പറ്റി എന്താ കാഫിറാക്കിയത്, അതെന്താണ് പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുക. ബാക്കി ഞാൻ പിന്നീട് വിശദീകരിക്കും. താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്നും പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ശൈഖുന ശംസുൽ ഉലമായെ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നോക്കും. അപ്പറം നമ്മൾ ഉസ്താദല്ലേ, ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? നീ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നോക്കണം. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം ഞെട്ടിത്തരിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാടക്കം ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലാരും. പ്രസിഡന്റുകളൊക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞോലൊക്കെ എവിടെ പോയി? എവിടെ? അതിന്റെ ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. ഒരു മിനിറ്റ് കേട്ടോ, ഇത് ഉള്ളാള് പറഞ്ഞതിന് ഉപഹാരമായിട്ട് ആരനെ ഈക്കനെ കാഫിറാക്കിയതിന് ഉപഹാരമായിട്ട് കാന്തപുരം എന്ത് ചെയ്യാണ്, പൊന്നാട തട്ടൊക്കെ അണിയിക്കണെന്നാണ് ഈക്കാരെ ഇറക്കിയ, നിങ്ങൾ പറഞ്ഞ വിഭാഗം ഇറക്കിയ ഡോക്യുമെന്ററിയാ കേൾപ്പിക്കുന്നത്, മുജാഹിദ് ഇറക്കിയതല്ല. കേട്ടോളിൻ, തുടർന്ന് കേൾക്കും. അതിന്റെ ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്വന്തത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കുണ്ട് എന്നതാണ്. അത് ഉള്ളവർ തങ്ങളെ ഹക്കുണ്ട്. ശംസുൽ ഉലമയോ പിഴച്ചുപോയി വഖദ് കഫറ, പിഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മഅ്തൂഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ. മാത്രമല്ല അദ്ദേഹം ഹത്തിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹത്തിന്റെ മേലാണെന്ന് പറഞ്ഞ് ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ് പൊന്നുതങ്ങള്? ഹത്തിന്റെ എതിരിൽ പറയുമ്പോൾ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊന്മളക്കാരൻ അനുയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു. കേട്ടോളൂ. ഉലമാവിനെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായി പോകും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല.
സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. കണ്ടോ, സൂൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ എന്താ? മോശമായി ജീവൻ പോകുന്നു. ആരനെ കാണിച്ചിട്ടാ പറയണത്? ഉള്ള ആളിനെ കാണിച്ചിട്ട്. മനസ്സിലായില്ലേ? ഇതാരിറക്കിയതാ? ഞങ്ങൾ ഇറക്കിയതല്ല. നമ്മൾ ഇവിടുന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു എവിടെ കഫറാക്കിന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ലല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ കഫറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ എന്ന് നാട്ടിക ചോദിച്ചത് കേട്ടില്ലേ?